കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ തത്സമയം തങ്ങളുടെ പഞ്ചായത്തുകളുടെ വികസന വഴികളും ഇനി മുന്നേറാനുള്ള പാതകളും കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് കോട്ടയം ജില്ലയിലെ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജുവാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രവർത്തിച്ചു വരുന്നത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു ഉണ്ട്. നമസ്കാരം ശ്രീമതി ലീലാമ്മ. നിരവധി നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയ ഒരു പഞ്ചായത്താണ്. ഇതുവരെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. നമ്മുടെ പഞ്ചായത്തില് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ 13 വാർഡുകളിലുമായിട്ട് നടന്നു പോയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വാർഡുകളിലും മിനി MCOകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതലായിട്ടും നമ്മുടെ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനായിട്ട് എല്ലാ വീടുകളിലും കമ്പോസ്റ്റ് പിറ്റും സ്റ്റോക്ക് പിറ്റും നിർമ്മിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബിന്നുകൾ നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി. ഇനി അടുത്തതായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതു ഇടങ്ങളിൽ ബിന്നുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് MCFനായിട്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് ഹരിതകർമ്മസേന അംഗങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ആദ്യ കാലഘട്ടങ്ങളിൽ വിമുഖത കാട്ടിയിട്ടുണ്ടായിരുന്ന കുടുംബങ്ങൾ പോലും ഇപ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു സഹകരണം പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് പൊതു ഇടങ്ങളിൽ നിന്നും നമുക്ക് മാലിന്യമുക്തമാക്കുന്നതിനും സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ഒരു നല്ലൊരു ഭരണസമിതിയുടെ ഒരു പിന്തുണയോടുകൂടി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ഈ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ അംഗങ്ങൾക്കും, അവിടെ ഈ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതി, അതോടൊപ്പം തന്നെ PMAY തുടങ്ങിയ പദ്ധതികളിലൂടെ എല്ലാം വീട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും പൂർണ്ണമായ അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു വീട് സ്വന്തമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾക്ക് 2018 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് 83ഓളം വീടുകൾ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 20ഓളം വീടുകളുടെ പണി പൂർത്തീകരണ ഘട്ടത്തിലാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും PMAYയിൽ ഉൾപ്പെടുത്തിയും നമുക്ക് ഭവനം ഇല്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഭൂരഹിത ഭവനരഹിതരെ ഭൂമി ഉള്ള പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഭൂമി വാങ്ങി നൽകി അവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 20ഓളം കുടുംബങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിൽ ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നുണ്ട്, ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് തുടങ്ങിയിട്ടുള്ള ജലാശയങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നിർവഹിച്ചു പോരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ എല്ലാ ആളുകളിലേക്കും ശുദ്ധമായ കുടിവെള്ളം എത്തുന്നുണ്ടോ? ഈ ജലക്ഷാമം ഏതെങ്കിലും തരത്തിൽ രൂക്ഷമായി ബാധിക്കുന്ന ഒരു പ്രദേശമാണോ നിലവിൽ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത്? അതിനെ മറികടക്കാൻ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നമ്മൾ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ചെറിയൊരു പ്രദേശം ആണ്. നമുക്ക് ജലനിധിയുമായി ബന്ധപ്പെട്ട കുടിവെള്ള കണക്ഷനുകൾ നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം സാധ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ബൾക്ക് വാട്ടർ പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പരാതി പരിഹരിക്കുന്നതിനായിട്ട് അതുവഴി സാധ്യമാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് 13 കുടിവെള്ള പദ്ധതികളുണ്ട് നിലവിൽ. അത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അതിൽ നിന്നും കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതു കിണറുകൾ നമ്മൾ
കാലാകാലങ്ങളിൽ വൃത്തിയാക്കുകയും അതിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച നമ്മളത് സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ബൾക്ക് വാട്ടർ പർച്ചേസിന്റെ ഈ ആനുകൂല്യങ്ങളും കൂടെ ലഭ്യമാകുന്നത് വഴി നല്ല രീതിയിലൊരു കുടിവെള്ള ക്ഷാമം പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 സമിതികളിലായിട്ട് നമുക്ക് ആ കുടിവെള്ള ക്ഷാമം 2 മാസം രൂക്ഷമാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ബൾക്ക് വാട്ടർ പർച്ചേസിന്റെ പ്രവർത്തനങ്ങളും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ പരാതി പരിഹരിക്കുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകാറുണ്ട്? പ്രത്യേകിച്ച് വെള്ളക്കെട്ട് പോലുള്ള സംഭവങ്ങൾ സാധാരണമായും എല്ലാ ഏരിയയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത്തരത്തിൽ മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണോ ഈ കുഴുവനാട് ഗ്രാമപഞ്ചായത്ത് പരിധികൾ? മുഴുവനാം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു പ്രദേശമല്ല. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ കാലഘട്ടത്തില് കൂടുതലായി വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ സ്ഥലത്ത്, വില്ലേജ് ഓഫീസ് ഇരിക്കുന്ന അവിടെ തോടിനോട് സമീപമാണ്. അപ്പൊ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളം കയറുകയുണ്ടായി. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നോണം നമ്മൾ തടയണകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അടിഞ്ഞുകൂടിയ മണ്ണുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അത് നമുക്ക് രൂക്ഷമാകാതെ ഇരിക്കുവാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങൾ കുറവാണ്. ആ ഒരു മേഖലയിൽ മാത്രമാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം എന്നാണ് നമ്മൾ പുതിയ ഒരു പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് തന്നെ പണിയുന്നതിനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ എല്ലാം തന്നെ എത്തരത്തിലാണ്? ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ടോ? അതെല്ലാം നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ നമ്മളിപ്പോൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാലയളവിൽ, ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് ഏകദേശം 1.25 കോടിയോളം രൂപയുടെ വർക്കുകൾ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് വളരെ ഈ മാർച്ച് മാസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന പദ്ധതികളുമുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു പ്രവർത്തനം ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട്, സഞ്ചാര യോഗ്യമാക്കുവാനായിട്ട് റോഡുകളുടെ പുനരുദ്ധാരണം നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു സഹകരണം നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് കൂടുതൽ റോഡുകൾ, കുറച്ചുകൂടി റോഡുകൾ നമ്മൾ എഗ്രിമെന്റ് വെച്ച് അത് പണി പൂർത്തീകരണ ഘട്ടത്തിലാണ്. നല്ല രീതിയിൽ അപ്പോൾ സഞ്ചാര യോഗ്യമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് നല്ലൊരു ഗതാഗത യോഗ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഈ ഭരണസമിതി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കത് പൂർത്തീകരിക്കുവാനായിട്ട് ഈ മാർച്ച് മാസം കൊണ്ട് അത് പൂർത്തീകരണത്തിൽ എത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഈ ഭരണസമിതിക്കുണ്ട്. തീർച്ചയായും റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് വഴിവിളക്കുകൾ. രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ഒരു മലയോര പ്രദേശമാണെങ്കിലോ അതല്ലെങ്കിൽ പോലും തന്നെ വഴിവിളക്കുകൾ എല്ലാ പഞ്ചായത്തിന്റെയും എല്ലാ ഗ്രാമീണ റോഡുകളിലടക്കം വഴിവിളക്കുകൾ അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ വഴിവിളക്കുകളെല്ലാം ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ് കൈവരിക്കുവാൻ പോകുന്നത്. കാരണം നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം MP ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് നമുക്ക് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഈ സാമ്പത്തിക വർഷം നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മുടെ എല്ലാ വാർഡുകളെയും പ്രകാശപൂരിതമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കൂടുതൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചു വരുന്നതിനോടൊപ്പം തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ബ്ലോക്ക് തലത്തിൽ നിന്ന് നമുക്ക് മിനിമാസ്റ്റ് ലൈറ്റ് അനുവദിച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനുള്ള ഒരു പദ്ധതിയും കൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പ്രകാശപൂരിതമാക്കുവാനായിട്ട് ഈ പദ്ധതികൾ വരുന്നതോടുകൂടി മുഴുവനാൽ പഞ്ചായത്ത് പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത്തരത്തിലാണ്
പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഈ കോട്ടയം ജില്ലയിലെ കുഴുവനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് കൃഷിയെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ഈ കൃഷിയെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികളാണ് പഞ്ചായത്ത് നൽകി വരുന്നത്? പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ ഉപജീവന മാർഗം നടത്തുന്നവർക്കായിട്ട് നമ്മൾ ജൈവ വളങ്ങൾ വിതരണം ചെയ്യുകയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വിതരണം നടത്തുകയും നല്ല പച്ചക്കറി തൈകൾ വിതരണം നടത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നമ്മള് പച്ചക്കറി ചട്ടി ഉൾപ്പെടെ വനിതകളുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ വിതരണം നടത്തുകയും അത്യുൽപാദന ശേഷിയുള്ള തൈകൾ വിതരണം നടത്തുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും പച്ചക്കറി കൃഷിയിൽ വളരെയധികം മുന്നേറുവാനായിട്ട് നമുക്ക് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുണ്ടായി. നല്ല തീർച്ചയായിട്ടും കാലാകാലങ്ങളായി കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി നിരക്കിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ കാർഷിക കൃഷി യന്ത്രങ്ങളുടെ ഒരു നവീകരണം, അതായത് അവരുടെ കൃഷി യന്ത്രങ്ങൾക്ക് അത് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ രൂപീകരിച്ചുകൊണ്ട് കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലം എന്നോണം നല്ല രീതിയിൽ കൃഷി ചെയ്യുവാനായിട്ട് കർഷകരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനിയും വരും കാലങ്ങളിലും വരും വർഷങ്ങളിലും നല്ല രീതിയിൽ കാർഷിക രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനായിട്ട് നിരവധി പദ്ധതികൾ നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ സാധാരണയായി മുട്ടക്കോഴി വിതരണം, അതോടൊപ്പം തന്നെ ഈ പശു കിടാങ്ങളെ കൊടുക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഈ സാമ്പത്തിക വർഷം നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട് മുട്ടക്കോഴി വിതരണം നടത്തുകയുണ്ടായി. എല്ലാ വാർഡുകളിലും അതിന് എല്ലാ ഗുണഭോക്താക്കളും വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വരികയും ആ പദ്ധതികൾ നമുക്ക് നേരത്തെ തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സപ്പോർട്ടാണ് പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ അത് നമ്മുടെ പഞ്ചായത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ കർഷകരെ വലയ്ക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശല്യങ്ങളോ എന്തെങ്കിലും ഈ ഒരു കുഴുവനാൽ ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് ഉണ്ടാവുന്നുണ്ടോ? അത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നേരിടാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചു പോരുന്നത്? നമുക്ക് വന്യജീവി ആക്രമണം കൂടുതലായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒന്ന് രണ്ട് വാർഡില് നമ്മൾ ഈ മുള്ളംപന്നിയുടെ ശല്യമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കർഷകരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട ഒരു നമുക്ക് ഈ വന്യജീവി ആക്രമണം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഭീതിജനകമായ രീതിയിലുള്ള ഒരു വന്യജീവി ആക്രമണം നമ്മുടെ പഞ്ചായത്തിൽ നിലവിലില്ല. തീർച്ചയായിട്ടും ഫലപ്രദമായ പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നൽകി വരുന്നത്? ടൂറിസം മേഖലയ്ക്ക് ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശമാണോ ഇത്? ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മഴക്കാല സമയത്ത് വെള്ളച്ചാട്ടം ഉള്ള ഒരു പ്രദേശങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനായിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നുണ്ട്. ഒന്ന് രണ്ട് മേഖലയിൽ മഴക്കാലമാകുമ്പോൾ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന ഒരു പ്രദേശങ്ങളുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നമനങ്ങൾ, സ്ത്രീകൾക്ക് ആയിട്ടുള്ള കൂടുതൽ പദ്ധതികൾ കുടുംബശ്രീ വഴി, അതോടൊപ്പം തന്നെ അവർക്കായിട്ടുള്ള തൊഴിൽ സംരംഭം എന്നിവയുള്ളവയൊക്കെ എങ്ങനെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ 1600 സ്ത്രീകളെ ഉൾപ്പെടുത്തിയ 95 അയൽക്കൂട്ടങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം തൊഴിൽ സംവിധാനം ഒരുക്കുന്നതിനായിട്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ ഭാഗമായിട്ട് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് നമ്മൾ സഹായധനങ്ങൾ നൽകുകയുണ്ടായി. അതുപോലെ വരും വർഷങ്ങളിലായാലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നല്ല പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ത്രീ ഭാഗമായിക്കൊണ്ട് നമ്മൾ പുതുതായി ആരംഭിക്കുന്ന സംരംഭകർക്ക് പ്രോത്സാഹനം എന്നാണ് നമ്മൾ
വളരെ നല്ല പരിശീലന പരിപാടികൾ നമ്മൾ കുടുംബശ്രീ വഴി നടത്തുന്നുണ്ട്. അപ്പൊ നിരവധിയായ പരിശീലന പരിപാടികളിലൂടെ നമുക്ക് മുന്നേറുവാനായിട്ട് സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പ്രവർത്തനം കുടുംബശ്രീ വഴിയായിട്ട് നമുക്ക് വനിതകൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗം ആളുകളാണ് ഈ വയോജനങ്ങൾ എന്ന് പറയുന്നത്. ഇവർക്കായുള്ള ക്ഷേമ വികസന പദ്ധതികൾ എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത്? നേരത്തെ തന്നെ വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം തുടങ്ങിയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവർക്കായുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം അവരെ വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ടൂർ നടത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് കട്ടിൽ വിതരണങ്ങൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് വയോജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പകൽ വീടിന്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് നല്ല രീതിയിൽ ആ പകൽ വീടിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും അതിലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം നടത്തുകയും അതുപോലെ തന്നെ അവർക്ക് സ്വയം തൊഴിൽ ആശ്രിതരായ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള നമ്മൾ സാമ്പത്തിക സഹായം നൽകുന്നത് ഉണ്ട്. അവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വെല്ലുവിളിയായിട്ട് നേരിടുന്ന ഇതിനായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് കുറെ അധികം ആൾക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളിയാണ്. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എങ്കിലും അത് ഏറ്റെടുത്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി തന്നെയാണ് നമുക്ക്. അതിനെ മറികടന്നുകൊണ്ട് നല്ല രീതിയിൽ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ ഭരണസമിതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു തുടർ പ്രവർത്തനം പകൽ വീട്ടിൽ നമ്മൾക്ക് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ ഭരണസമിതി ഒന്നടങ്കം. തീർച്ചയായും ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗം ആളുകളാണ് പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇതുവരെ നടത്തി വന്നത്? ഇനി അങ്ങോട്ട് അവർക്കായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്? SC/ST വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതായിട്ടുണ്ട്. വരും വർഷങ്ങളിലും അവരുടെ എല്ലാ സാമ്പത്തികമായ മുന്നേറ്റത്തിനും വേണ്ടിയിട്ട് അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. വളരെ നല്ലൊരു പ്രോത്സാഹനം അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് പഞ്ചായത്ത് തലത്തിൽ നിന്നും വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. തുടർന്ന് വരും വർഷങ്ങളിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടാണ് ഈ ഭരണസമിതി ആലോചിച്ചിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്കോളർഷിപ്പ് വിതരണം നടത്തുന്നുണ്ട്. തുടർന്നും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനാണ് ഈ ഭരണസമിതി ആലോചിച്ചിരിക്കുന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ ഒരു അഭിമാന പദ്ധതി വരാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഭാവി പദ്ധതികളാണ് നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് പുതിയതായിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത്. അതിനായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ വാല്യുവേഷൻ ഇട്ട് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് MP MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരെ സമീപിച്ച് ആ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അത് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അതിലൊരു വിജയം കാണട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് വികസന നേട്ടങ്ങളിലേക്കെല്ലാം വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാം തന്നെ ഈ ഒരു പഞ്ചായത്ത് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് നേടിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ നിലവിൽ? നിലവിൽ നമുക്ക് നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അത് വേണ്ട രീതിയിൽ അത് ഏറ്റെടുത്ത് കൊണ്ടുപോകുവാനായിട്ട് നമുക്കത് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു
പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം മാതാപിതാക്കളെ ബോധവൽക്കരിച്ച് അവരെ സമൂഹത്തിലേക്ക് അല്ലെ സമൂഹത്തിന്റെ മുഖ്യ നായകയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന് നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നുമുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തിവരുന്നത്? വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അംഗനവാടികൾ എല്ലാം കേന്ദ്രീകരിച്ച് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു? കളിസ്ഥലമടക്കം കുട്ടികൾക്ക് നൽകാൻ ഈ ഒരു പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് 3 ഗവൺമെന്റ് LP സ്കൂളുകളുണ്ട്, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ. തീർച്ചയായിട്ടും ആ LP സ്കൂളുകളുടെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടുകൾ വയ്ക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളിസ്ഥലങ്ങളാണേലും അവർക്ക് വേണ്ടുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകളായാലും കമ്പ്യൂട്ടറുകളായാലും എല്ലാം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടികളുടെ ആണെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കാലാകാലങ്ങളിൽ നമ്മൾ നടത്തി വരികയുന്നുണ്ട്. തീർച്ചയായിട്ടും അംഗൻവാടികളുടെ അനുപൂരക പോഷകാഹാരങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഭരണസമിതി ഒന്നടങ്കം ഒരുമിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുകയും ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിൽ ആയിരിക്കുകയുമാണ്. ടോയ്ലറ്റ് സമുച്ചയം അടക്കം നമ്മൾക്കത് പണി തീർത്തുകൊണ്ട് നമുക്ക് നല്ല മികച്ച ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുവാനായിട്ട് കുഴുവനാൽ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പ്രവർത്തനം, നല്ലൊരു സപ്പോർട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നിരവധി തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ അങ്ങനെ ഏതെങ്കിലും ഈ പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുണ്ടോ, നേതൃത്വം നൽകിയിട്ടുണ്ടോ? നമ്മൾ വാർഡ് തലത്തില് ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളുടെ സ്കൂൾ പരിസരത്ത് നമ്മൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതും അതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കൂടെ നമുക്ക് അതിനുള്ള ഒരു പരിശീലന പരിപാടി, ലഹരി വിമുക്ത പരിശീലന പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ വാർഡ് തലത്തില് നമ്മൾ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് കുട്ടികളെയും അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരികയും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് യഥാസമയത്ത് സ്കൂളിൽ എത്തിച്ചേരുന്നുണ്ടോ എന്നും ഒക്കെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മൾ ജാഗ്രതാ സമിതി വഴി നമ്മൾ അതിന്റെ ഒരു പ്രവർത്തനം ഏകോപിപ്പിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കുട്ടികളുടെ ഒരു കൂട്ടം കൂടുന്ന ഒരു മേഖലകൾ പ്രത്യേകമായിട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് അവിടെ കുട്ടികൾ കൂടിയിരിക്കുമ്പോൾ അവർ തമ്മിൽ മറ്റ് ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ അല്ലെ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു എങ്കിൽ അത് നമ്മളെ അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്. അപകടകരമായ ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടികളെ കണ്ടെത്തിയാൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയും അവരെ നമ്മൾ പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് വീണ്ടും ഉണ്ടാകേണ്ടത്. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സപ്പോർട്ടും ഈ ഒരു വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ രക്ഷിതാക്കൾക്ക് പേടി കൂടാതെ മക്കളെ സ്കൂളുകളിൽ അയക്കാനുള്ള അതാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ജാഗ്രതാ സമിതികളെല്ലാം തന്നെ രൂപീകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് തന്നെയാണ് ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം എന്ന് പറഞ്ഞ വലിയൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ പഞ്ചായത്ത് നാടൊന്നാകെ മുന്നേറുന്നത്. അത്തരത്തിൽ ഈ MCFകൾ അടക്കം സ്ഥാപിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്? ഈ മാലിന്യമുക്തം നവകേരളം എന്നുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായി ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ വാർഡുകളിലും MCFകളുണ്ട്, മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരെണ്ണമുള്ള വാർഡുകളിൽ അത് ഒന്നുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്
രണ്ടെണ്ണം വീതം ആക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിച്ചു വരികയാണ്. അതുപോലെ തന്നെ മിനി MCFകളുടെ നവീകരണം അത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബിന്നുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് കൊഴുവനാലിയെ മാറ്റിയെടുക്കുന്നതിനായിട്ട് നമ്മൾ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് പൊതുജനങ്ങളുടെ പങ്കാളിത്തം നല്ല രീതിയിൽ അവരുടെ സഹകരണം കിട്ടുന്നുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങളോടായാലും അവരുടെ എല്ലാ മാസവും കളക്ഷൻ ചെല്ലുമ്പോൾ അത് നല്ല രീതിയിൽ വേർതിരിച്ച് അവർക്ക് അത് ശ്രദ്ധയോടെ കൊടുക്കുവാനായിട്ട് ഓരോ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പരിശ്രമം ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് വളരെയധികം സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ അത്ര നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വേണ്ട സപ്പോർട്ടുകൾ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വാർഡുകളിലുള്ള കുടുംബാംഗങ്ങളുടെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ മിനി MCFകൾ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ MCFനായിട്ട് ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ അതിന്റെ എഗ്രിമെന്റ് എല്ലാം റെഡിയാക്കിക്കൊണ്ട് നമുക്ക് ഒരു പുതിയ കെട്ടിടം തന്നെ പണിയുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും അത് ഈ ഭരണസമിതിയുടെ ഒരു ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭരണസമിതി ഒന്നടങ്കം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് ഭരണ നേട്ടങ്ങളുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു ആണ് നമ്മളോടൊപ്പം പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ലീലാമ്മ. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.